അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ആളുകളിൽ വെച്ച് ഏറ്റവും ദാനശീലൻ അല്ലെങ്കിൽ ദയയുള്ള ആള്. എന്നിട്ടും അദ്ദേഹം റമദാൻ മാസത്തിൽ കൂടുതൽ ദാനശീലനാവുമായിരുന്നു, അല്ലെങ്കിൽ ദയാലു ആവുമായിരുന്നു. ജിബ്രീൽ അദ്ദേഹത്തിനെ വന്ന് കണ്ടുമുട്ടുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ജിബ്രീൽ എല്ലാ രാത്രിയിലും റമദാനിൽ വന്ന് ഖുർആൻ പഠിക്കുമായിരുന്നു, അല്ലെങ്കിൽ പഠിപ്പിക്കുമായിരുന്നു. വിശുദ്ധ ഖുർആൻ വളരെ സൂക്ഷ്മതയോടെ രണ്ടുപേരും ഒരുമിച്ചിരുന്നായിരുന്നു പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ പഠിപ്പിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ദാനശീലനാവുമായിരുന്നു. അള്ളാഹു അയച്ചിരിക്കുന്ന നല്ല കാറ്റുകളെ കാണുമ്പോൾ, അതായത് സന്തോഷവർത്തമാനത്തോടു കൂടിയുള്ള കാറ്റുകൾ, അതായത് മഴ പെയ്യുന്ന കാറ്റുകൾ, അദ്ദേഹം ജിബ്രീലിനെ കാണുമ്പോഴൊക്കെ. ആറാമത്തെ ഹദീസിൽ ഇത് കണ്ടതാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസി വകാന അജ്വദു മാ യകൂനു ഫീ റമദാനി ഹീന യൽഖാഹു ജിബ്രീൽ വകാന ജിബ്രീലു യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാന ഫയുദാരിസുൽ ഖുർആന ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യൽഖാഹു ജിബ്രീല അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസലതി. അബൂ ഹുറൈറത വഫാത്തിമത്തു റളിയല്ലാഹു അൻഹുമാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ജിബ്രീല കാന യുആരിദുൽ ഖുർആൻ. അപ്പോൾ റമളാനിലെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും ഒരുമിച്ചിരുന്ന് ഖുർആൻ പഠിക്കാറുണ്ടായിരുന്നു. ഇബ്നു ശിഹാബ് വിശദീകരിക്കുന്നു, ഒരിക്കൽ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് അസ്ർ നമസ്കാരം കുറച്ച് താമസിച്ചു. ഉർവ അദ്ദേഹത്തിനോട് പറഞ്ഞു, ജിബ്രീൽ ഇറങ്ങി വന്നു, എന്നിട്ട് നമസ്കാരത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് നിസ്കരിച്ചു. ആദ്യത്തെ പ്രാവശ്യം നിസ്കാരം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉമർ പറഞ്ഞു, അല്ലേ ഉർവ, നീ പറയുന്നത് എന്താണെന്ന് നിനക്ക് ഉറപ്പ് വേണം, അതായത് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്ന്. ഉർവ പറഞ്ഞു, ഞാൻ ബഷീർ ഇബ്നു അബി മസ്ഊദ് ഇതേ കാര്യം വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇബ്നു മസ്ഊദിൽ നിന്നും. അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് കേട്ടത്. ജിബ്രീൽ ഇറങ്ങി വന്നു, എന്നിട്ട് എന്നെ നമസ്കാരത്തിൽ നേതൃത്വം തന്നു, അല്ല ഇമാമായി നിന്ന് നമസ്കരിച്ചു. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് നമസ്കരിച്ചു, എന്നിട്ട് ഞാൻ വീണ്ടും നമസ്കരിച്ചു അദ്ദേഹത്തിനോടൊപ്പം, എന്നിട്ട് ഞാൻ വീണ്ടും നമസ്കരിച്ചു അദ്ദേഹത്തിനോടൊപ്പം, എന്നിട്ട് ഞാൻ വീണ്ടും നമസ്കരിച്ചു അദ്ദേഹത്തിനോടൊപ്പം, എന്നിട്ട് ഞാൻ വീണ്ടും നമസ്കരിച്ചു അദ്ദേഹത്തിനോടൊപ്പം. അങ്ങനെ 5 പ്രാവശ്യം അദ്ദേഹം കൈകൊണ്ട് എണ്ണിക്കാണിച്ചു. അപ്പോൾ 5 വഖത്ത് നമസ്കാരങ്ങൾ എങ്ങനെ നമസ്കരിക്കണം, ഏത് 3 റക്അത്തുള്ളത്, 4 റക്അത്തുള്ളത്, 2 ഉള്ളത്, അങ്ങനെയെല്ലാം പഠിപ്പിക്കുകയായിരുന്നിരിക്കും ആദ്യത്തെ പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് പിന്നീട് റസൂലിന് അറിയാമായിരുന്നു. അൻ ഇബ്നു ശിഹാബിൻ അന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖറ അൽ അസ്റ ഷൈഅൻ ഫഖാല ലഹു ഉർവതു أما إن جبريل قد نزل فصلى أمام رسول الله صلى الله عليه وسلم فقال عمر اعلم ما تقول يا عروة. قال سمعت بشير ابن أبي مسعود يقول سمعت أبا مسعود يقول سمعت رسول الله صلى الله عليه وسلم يقول نزل جبريل أمني فصليت معه ثم صليت معه ثم صليت معه ثم صليت معه ثم صليت معه يحسب بأصابعه 5 صلوات. മിക്കവാറും പറഞ്ഞു വരുന്നത്, നമസ്കാരം താമസിപ്പിച്ച് ശരിയായില്ല, ജിബ്രീൽ ഇന്ന സമയത്താണ് ഞങ്ങൾ നമസ്കരിപ്പിച്ചത് എന്നൊക്കെയായിരിക്കും പറഞ്ഞു വരുന്നത്. അബൂ ദർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ജിബ്രീൽ എൻ്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ നിന്നും, അതായത് റസൂലിനോട് പറയാണ്, റസൂലിൻ്റെ ആളുകളിൽ നിന്നും, അതായത് മുസ്ലിങ്ങളിൽ നിന്നും, അള്ളാഹുവിനെ അല്ലാതെ വേറെ ഒന്നിനെയും ആരാധിക്കാതെ ആരെങ്കിലും മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിന അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്താലും അതല്ലെങ്കിൽ അവൻ കട്ടാലും അങ്ങനെയാണോ? അദ്ദേഹം പറഞ്ഞു, അതെ, അങ്ങനെയാണെങ്കിലും സ്വർഗത്തിൽ പോകും. അതായത് ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താലും സ്വർഗത്തിൽ പോകും. നബി റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലീ ജിബ്രീലു മൻ മാത മിൻ ഉമ്മതിക ലാ യുശ്രികു ബില്ലാഹി ഷൈഅ ദഖലൽ ജന്നത ഔ ലം യദ്ഖുലിൻ നാർ. ഖാല വ ഇൻ സന വ ഇൻ സറഖ ഖാല വ ഇൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മലക്കുകൾ നിങ്ങളിലേക്ക് വരുന്നു കൂട്ടം കൂട്ടമായി, രാത്രികളിലും പകലുകളിലും. അവയെല്ലാം ഒത്തുകൂടും ഫജ്റിൻ്റെ സമയത്തും അസറിൻ്റെ നമസ്കാര സമയത്തും. എന്നിട്ട് നിങ്ങളോടൊപ്പം രാത്രി മുഴുവൻ നിന്നവർ, അവർക്ക് 2 ഡ്യൂട്ടിയാണ്, ഒന്ന് പകൽ ഡ്യൂട്ടി, ഒന്ന് രാത്രി ഡ്യൂട്ടി. അപ്പോൾ രാത്രിയിൽ നിങ്ങളോടൊപ്പം നിന്നവർ
അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കയറിപ്പോവും, അതായത് ആകാശത്തിലേക്ക് പോവും. അപ്പോൾ അവൻ അവരോട് ചോദിക്കും. അവന് ചോദ്യത്തിനുള്ള ഉത്തരം അവരെക്കാളും നന്നായി അറിയാം. അതായത് മലക്കുകളോട് അള്ളാഹ് ചോദിക്കും. എന്നിട്ട് പറയാണ് അള്ളാഹ്ക്ക് ആ ചോദ്യത്തിനും ഉത്തരം മലക്കുകളെക്കാളും കൂടുതൽ നന്നായി അറിയാം. എന്നാലും അതൊരു രീതിയാണ് അള്ളാഹുവിൻ്റെ. എൻ്റെ അടിമകളെ നിങ്ങൾ എന്തവസ്ഥയിലാണ് വിട്ടത്? അതായത് നിങ്ങൾ പോരുമ്പോൾ എൻ്റെ അടിമകൾ എന്തെടുക്കുകയായിരുന്നു? അപ്പോൾ അവർ പറയും, ഞങ്ങൾ അവരെ വിട്ടു വരുമ്പോൾ അവർ നമസ്കരിക്കുകയായിരുന്നു, ഞങ്ങൾ അവരിലേക്ക് ചെല്ലുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു. അതായത് മലക്കുകൾ ഇങ്ങനെ മഗ്‌രിബിൻ്റെ സമയത്ത് ഇറങ്ങി വരുമ്പോൾ നമ്മൾ നമസ്കരിക്കുമായിരിക്കും. അതുപോലെ മലക്കുകൾ തിരിച്ചു കയറി പോകും സുബഹിയുടെ സമയത്ത്, അപ്പോഴും നമ്മൾ നിസ്കരിക്കുകയായിരിക്കും. അപ്പോൾ ഈ വരുന്ന മലക്കുകളും അന്നേരം അവിടെയുള്ള മലക്കുകളും ഒക്കെ നമ്മളെ നിസ്കരിക്കുന്നവരായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരുപാട് മലക്കുകൾ രാവിലെയും വൈകുന്നേരവും നമുക്ക് വേണ്ടി സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ സമയാസമയങ്ങളിൽ നിസ്കരിക്കുക. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മലായികതു യതഅഖബൂന മലായികത്തുൻ ബില്ലൈലി വമലായികത്തുൻ ബിന്നഹാർ വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വഫീ സ്വലാത്തിൽ അസ്ർ ثم يعرج إليه الذين باتوا فيكم فيسألهم وهو أعلم كيف تركتم عبادي فقالوا تركناهم يصلون وآتيناهم يصلون. ഫാത്തിഹ ഓതി തീരുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ആമീൻ പറഞ്ഞാൽ, എന്നിട്ട് സ്വർഗത്തിലുള്ള മലക്കുകൾ അതേ കാര്യം തന്നെ പറഞ്ഞാൽ, അവർ പറയുന്നതും നീ പറയുന്നതും ഒരേ സമയത്തായാൽ അവൻ്റെ എല്ലാ മുൻ പാപങ്ങളും പുറത്തു കൊടുക്കും. അതായത് ഫാത്തിഹ ഇമാം ഓതുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഓതുമ്പോൾ അതിനുശേഷം നമ്മൾ ആമീൻ പറയണം. കാരണം ഏറ്റവും വലിയ ദുആ എന്നാണ് പറയുന്നത് ഫാത്തിഹ എന്ന് പറയുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ നേർമാർഗത്തിൽ നയിക്കണമേ, നേർമാർഗത്തിലേക്കും നേർമാർഗത്തിലൂടെയും നയിക്കണമേ. അതായത് സ്വർഗം തരണേ എന്നാണ്. വൈറൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ കൂട്ടത്തിലല്ല, വലദ്ദാലിൻ, വഴിതെറ്റിപ്പോയവരുടെ കൂട്ടത്തിലും അല്ല. ആമീൻ. അപ്പോൾ ആ വലിയ ദുആ കേൾക്കുമ്പോൾ നമ്മൾ ആമീൻ പറഞ്ഞാൽ, ഇത് കേൾക്കുമ്പോൾ മലക്കുകളും ആമീൻ പറയും. നമ്മൾ പറയുന്ന ആമീനും മലക്കുകൾ പറയുന്ന ആമീനും ഒരേ സമയത്താണെങ്കിൽ നമ്മളുടെ മുൻകാല പാപങ്ങളെല്ലാം പുറത്തു തരും. അപ്പോൾ അതിന് എളുപ്പവഴി എന്ന് പറയുന്നത് ഇമാം ഫാത്തിഹ ഓതുമ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. നമ്മൾ നേരത്തെയും പല വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ വലദ്ദാലിനും വൈറൽ മഗ്ദൂബി അലൈഹിം ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇമാമിന് ശ്വാസം മുട്ടും. അപ്പോൾ ഇമാമെന്ന് ശ്വാസം വലിച്ച് വിട്ടിട്ട് ആണ് ആമീൻ പറയുക. ആ കണക്കാക്കിയിട്ട് കേൾക്കാമെങ്കിൽ അതിനോടൊപ്പം പറയുക, ഇമാമിനോടൊപ്പം. അതേസമയമാണ് മലക്കുകൾ പറയുക. ശ്വാസം വിട്ട് നമ്മളും അതുപോലെ തന്നെ ഇമാമിൻ്റെ ഒപ്പം ശ്വാസം വിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരുപോലെയായി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വലദ്ദാലിൻ ആമീൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ മലക്കുകളോടൊപ്പം ഒത്തുവന്നേക്കാം. ഇദാ ഖാല അഹദുക്കും ആമീന വൽ മലായികതു ഫിസ് സമാഇ വവാഫഖത ഇഹ്ദാഹുമൽ ഉഖ്റ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഒരു തലയിണ ഉണ്ടാക്കി. അതായത് അതിനകത്ത് എന്തോ പഞ്ഞിയോ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റിയ ഒരു കുഷൻ പോലത്തെ ഒരു സാധനം, അല്ലെങ്കിൽ തലയിണ. അതിൽ പക്ഷേ അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് പടങ്ങൾ ഉണ്ടായിരുന്നു. അത് നുംറുഖ, അതായത് വളരെ ചെറിയ കുഷൻ, നമ്മുടെ സോഫയിലൊക്കെ ഇടുന്ന അരയടിയോ ഒക്കെയുള്ള എന്തെങ്കിലും ആണെന്ന് അങ്ങ് ഊഹിക്കാം. അതുപോലത്തെ എന്തോ ആയിരുന്നു. അദ്ദേഹം വന്നു, ആളുകൾക്കിടയിൽ അദ്ദേഹം നിന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്തോ വ്യക്തമായ മാറ്റം നമുക്ക് കാണാമായിരുന്നു. ഞാൻ പറഞ്ഞു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, എന്താണ് കുഴപ്പം? അദ്ദേഹം പറഞ്ഞു, എന്ത് തലേണ അല്ലെങ്കിൽ എന്ത് കുഷ്യനാണത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനത് താങ്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് താങ്കൾക്ക് ചാരിയിരിക്കാൻ വേണ്ടിയിട്ട്. തറയിൽ ഇരിക്കുക, മണ്ണ് ഭിത്തിയിലേക്ക് ചാരിയിരിക്കുക, അന്നേരം പുറത്തു വയ്ക്കാനായിരിക്കും അവരുദ്ദേശിച്ചത്. അദ്ദേഹം പറഞ്ഞു, നിനക്കറിയില്ലേ പടങ്ങളുള്ള വീടുകളിൽ മലക്കുകൾ വരില്ല എന്ന്. അതുമാത്രമല്ല, ആരെങ്കിലും പടം ഉണ്ടാക്കിയാൽ അവരെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസം അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കും. എന്നിട്ട് അവരോട് പറയും, നീ ഉണ്ടാക്കിയതിന് നീ ജീവൻ കൊടുക്കാൻ പറയും. അതായത് പടം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നത് പോലെ എന്തോ ആണെന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ജീവനുള്ള എന്തെങ്കിലുമാണ് പടം വരയ്ക്കുന്നതെങ്കിൽ അവിടെ വച്ചിട്ട് പറയും, നീ ജീവൻ കൊടുക്കടാ എന്ന് പറയും. നമ്മളെല്ലാവരും ഒക്കെ ചെയ്യാറുണ്ട്. അള്ളാഹു പുറത്തു തരട്ടെ. ആമീൻ. عن عائشة رضي الله عنها قالت خشوت للنبي صلى الله عليه وسلم وسادة فيها تماثيل كأنها نمرقة فجاء فقام بين
الناس وجعل يتغير وجهه فقلت ما لنا يا رسول الله قال ما بال هذه الوسادة قلت وسادة جعلتها لك لتلتجع عليها قال أما علمت أن الملائكة لا تدخل بيتا فيه سورة وأن من صنع السورة يعذب يوم القيامة فيقول أحيوا ما خلقت. അപ്പോൾ പടം വരയ്ക്കാൻ പാടില്ല, പടങ്ങൾ വീട്ടിൽ വയ്ക്കാൻ പാടില്ല, മലക്കുകൾ വരില്ല. നമ്മൾ വരച്ചാൽ ലോകത്ത് പണി കിട്ടും. അബൂ ത്വൽഹ വിശദീകരിക്കുന്നു, ഞാൻ കേട്ടു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മലക്കുകൾ വീട്ടിൽ പ്രവേശിക്കാറില്ല അവിടെ പട്ടി ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പടങ്ങൾ ഉണ്ടെങ്കിൽ. ജീവനുള്ള വസ്തുക്കളുടെ പടം ആണ്, അതായത് മനുഷ്യൻ അല്ലെങ്കിൽ മൃഗങ്ങൾ, അവയുടെ പടം അവിടെ ഉണ്ടെങ്കിൽ അതിൽ പ്രവേശിക്കുകയില്ല. പക്ഷികളും വരുമായിരിക്കും. ഇതിലിപ്പോൾ അർത്ഥത്തിൽ മൃഗം എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും വലാസൂറത്തു തമാസീൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജീവനുള്ള എല്ലാത്തിനെയും പെടുമായിരിക്കും. മീൻ, പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ എല്ലാം വരുമായിരിക്കും. അല്ലാഹു ആലം. പടങ്ങളെ പറ്റി കൂടുതൽ വിശദീകരണത്തിന് ഫത്ഹുൽ ബാരി നോക്കാൻ പറയുന്നു. സമയത്തു അബൂ ത്വൽഹത യഖൂലു സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ തദ്ഖുലുൽ മലായികതു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറത്തു തമാസീൽ. പട്ടിയെ പറ്റി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. കൃഷി ആവശ്യത്തിന്, കാവലിന്, അല്ലെങ്കിൽ വയസ്സായ ആളുകളാണ് അവരുടെ രക്ഷയ്ക്ക്, ആടിനെ നോക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പട്ടിയെ വളർത്താവുന്നതാണ്. അതല്ലാതെ അലങ്കാരമായിട്ടോ വെറുതെ നേരമ്പോക്കിനായിട്ടൊക്കെ പട്ടിയെ വളർത്തിയാൽ അതിനെ ഈ ഗണത്തിൽ പെടുത്തും. ആ വീട്ടിൽ മലക്കുകൾ വരില്ല. ബുസ്ർ ബിൻ സായിദ് വിശദീകരിക്കുന്നു, സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന്. സയ്യിദ് ബിൻ ഉബൈദുല്ലാ അൽ ഖൗലാനിയുടെ മുമ്പിൽ വെച്ചാണ് ഇത് പറഞ്ഞത്. അദ്ദേഹം മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് വളർന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ. സെയ്ദ് അവരോട് പറഞ്ഞു, അബൂ ത്വൽഹ പറഞ്ഞതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, കരുണയുടെ അല്ലെങ്കിൽ ദയയുടെ മലക്കുകൾ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുകയില്ല അവിടെ പടം ഉണ്ടെങ്കിൽ. അപ്പോൾ അതായത് ഇത് റഹ്മത്തിൻ്റെ മലക്കുകളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അനുഗ്രഹം, ദയയുടെയൊക്കെ മലക്കുകൾ, വേറെയുള്ള മലക്കുകളൊക്കെ വരുമായിരിക്കും. അപ്പോൾ ബുസ്ർ പറഞ്ഞു, പിന്നീട് സെയ്ദ് ബിൻ ഖാലിദ് രോഗിയായി. ഞങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ചു വലി കാണാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ആകെ അത്ഭുതമായിപ്പോയി. അവിടെ ഒരു കർട്ടൻ അല്ലെങ്കിൽ ഒരു തുണി കിടക്കുന്നുണ്ടായിരുന്നു, അതിൽ നിറച്ച് പടങ്ങൾ ഉണ്ടായിരുന്നു ആ വീട്ടിലുള്ള കർട്ടനിൽ. ഞാൻ പറഞ്ഞു ഉബൈദുല്ലാ അൽ ഖൗലാനിയോട്, അവൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അതായത് സെയ്ദ് ഈ പടങ്ങളൊക്കെ നിരോധിച്ചിട്ടുള്ളതാണ് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പക്ഷെ ആൾ പറഞ്ഞത് തുണിയിൽ എംബ്രോയിഡറി ചെയ്യുന്നതിനെ പറ്റിയാണല്ലോ എന്ന് പറഞ്ഞു, അതായത് നൂലുകൊണ്ട് തുന്നി രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. നീ അവൻ പറയുന്നത് കേട്ടില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതായത് എംബ്രോയിഡറി കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്നത് പാടില്ല, അല്ലെങ്കിൽ തുന്നി രൂപങ്ങൾ ഉണ്ടാക്കുന്നത് പാടില്ല. അന്ന ബുസ്ര ബിൻ സഈദ് ഹദ്ദസഹു അന്ന സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹാനിയ റളിയല്ലാഹു അൻഹു ഹദ്ദസഹു മാ ബുസ്ര ബിൻ സഈദ് ഉബൈദുല്ലാഹിൽ ഖൗലാനിയു അല്ലദീ കാന ഫീ ഹജ്രി മൈമൂനത റളിയല്ലാഹു അൻഹാ സൗജ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദസഹു മാ സെയ്ദ് ബിൻ ഖാലിദ് أن أبا طلحة حدثه أن النبي صلى الله عليه وسلم قال لا تدخل الملائكة بيتا فيه سورة. قال بسر فمرض زيد بن خالد فعدناه فإذا نحن في بيته بستر فيه تصاوير فقلت لعبيد الله الخولاني ألم يحدثنا في تصاوير؟ فقال إنه قال إلا رقم في ثوب ألا سمعته؟ قلت لا قال بلا قد ذكر. സാലിമിൻ്റെ പിതാവ് വിശദീകരിക്കുന്നു, ഒരിക്കൽ ജിബ്രീൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വാഗ്ദാനം കൊടുത്തു അദ്ദേഹത്തിനെ കാണാൻ വരുമെന്ന്. പക്ഷെ ജിബ്രീൽ വന്നില്ല. പിന്നീട് വന്നപ്പോൾ എന്താണ് നീ വരാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ മലക്കുകൾ പട്ടിയോ അതല്ലെങ്കിൽ പടമോ ഉള്ള വീടുകളിൽ പ്രവേശിക്കാറില്ല. അപ്പോൾ അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അൻ സാലിമിൻ നബിഹി ഖാല വഅദ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലു ഫഖാല ഇന്ന ലാ നദ്ഖുലു ബൈതൻ ഫീ സൂറത്തുൻ വലാ കൽബുൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇമാം നമസ്കാരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അല്ലാഹു എല്ലാം കേൾക്കുന്നു, അവനെ ആരൊക്കെ സ്തുതിക്കുന്നുവോ അവരെ എല്ലാവരെയും. അപ്പോൾ പറയുക, അല്ലേ അല്ലാഹുവേ, അല്ലയോ ഞങ്ങളുടെ റബ്ബേ, സകല സ്തുതികളും നന്ദികളും നിനക്കുള്ളതാകുന്നു. നിങ്ങളുടെ ആരെങ്കിലുടെയും ആ പറച്ചിലും
മലക്കുകളുടെ പറച്ചിലും ഒരുമിച്ച് ആയാൽ, ഒരേ സമയത്തായാൽ നിങ്ങളുടെ മുൻകാല പാപങ്ങൾ മുഴുവൻ പുറത്തു തരും. ഇത് നമസ്കാരത്തിൽ ഇമാമ് സമയല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയും. മലക്കുകളും കേട്ട പറയും. അത് രണ്ടും ഒരുമിച്ചായാൽ ഇപ്പോൾ ഫാത്തിഹയ്ക്ക് ആമീൻ പറഞ്ഞതുപോലെ റബ്ബന വലക്കൽ ഹംദ് എന്നുള്ളത് ഇമാമിൻ്റെ തക്ബീർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ശ്വാസമൊക്കെ വിട്ടിട്ടാണ് പറയുന്നതെങ്കിൽ മലക്കുകളുമായി അത് ഒരുമിച്ച് വന്നാൽ സകല മുൻകാല പാപങ്ങളും പുറത്തു തരും. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ഖാല അൽ-ഇമാമു സമയല്ലാഹു ലിമൻ ഹമിദ ഫഖൂലു അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ് فإنه من وافق قوله قول الملائكة غفر له ما تقدم من ذنبه. അടിപൊളി, ഭയങ്കര എളുപ്പമാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.